തെളിവുകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ വീണ്ടും ഹാജരാക്കി. അതിനെല്ലാം ഗണ്ണിക്കുന്ന നിലയിൽ പ്രതിഭാഗം പറഞ്ഞിരുന്നത് പെൺകുട്ടിയുടെ സ്വന്തം താല്പര്യപ്രകാരമായിരുന്നു ഗർഭചിത്രം നടത്തിയത്. പെൺകുട്ടിയും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഉഭയസമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ഒപ്പം തന്നെ പെൺകുട്ടി ഈ സ്വമേധയാ ആണ് ഗർഭചിത്രത്തിലേക്ക് കടന്നത് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളായിരുന്നു നിരത്തിയിരുന്നത്. പക്ഷേ ആ വാദങ്ങളെ ഖണ്ഡിക്കാൻ പ്രോസിക്യൂഷൻ ചാറ്റുകളുടെ രാഹുൽ ഹാജരാക്കിയ ചാറ്റുകളുടെ മുമ്പും പിൻപുമുള്ള തുടരുക. ഏറ്റവും നിർണായകമായ വാർത്ത കൂടി വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയും കൂടിയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയും കൂടിയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഈ പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യ കോടതി തള്ളിയതിന് പിന്നാലെയാണ്, മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തു വരുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞത്. ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ തൊട്ടടുത്ത നിമിഷം തന്നെ കോൺഗ്രസ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വിധിക്കായി, ഈ കോടതിയുടെ തീരുമാനത്തിനായി കോൺഗ്രസ് നേതൃത്വം കാത്തിരിക്കുകയായിരുന്നു. അത് വന്നതിന് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഓർഡർ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് രാഹുലിനെതിരെ നടപടി വൈകുന്നു എന്നുള്ളൊരു കാര്യമാണ് ആവർത്തിച്ച് ചോദിച്ചിരുന്നത്. രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് മാത്രം നിർത്തുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി വന്നതിന് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുകയാണ്. ഇനി യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവും കോൺഗ്രസുമായി രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടി വ്യക്തമാക്കുന്നത്. ആദ്യം ലഭിച്ചൊരു പരാതിയുണ്ട്, അതിനുശേഷം തുടർച്ചയായ രണ്ടാമത്തെ പരാതി വരുന്നു, KPCC നേതൃത്വത്തിന് പരാതി വരുന്നു. രാഹുലിനെതിരെ ഈ പരാതി കൂടി വന്ന സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് പോകണം എന്നുള്ള നിലപാട് എടുത്തിരുന്നത്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്ത് വിധി വരും എന്ന തീരുമാനത്തിലേക്കാണ് പാർട്ടി നേതൃത്വം കാത്തിരുന്നത്. ആ വിധി വന്ന് വളരെ വൈകാതെ തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയാണ് പാർട്ടി ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി യാതൊരു തരത്തിലുമുള്ള സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിനോ പാർട്ടിയിൽ നിന്നും ഉണ്ടാവില്ല. ഈ ആരോപണത്തിന് പിന്നാലെ ആദ്യം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയാണ് സ്വീകരിച്ചിരുന്നത്. ആരെങ്കിലും ഇത്തരത്തിലൊരു ആരോപണം വന്നതിന് പിന്നാലെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് പാർട്ടി നേതൃത്വം ചോദിച്ചിരുന്നത്. പിന്നാലെ വീണ്ടും കേസുകൾ വരിക, കൂടുതൽ തെളിവുകൾ വരിക. അത്തരം ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരനായി തുടരുന്നു എന്നുള്ള കാര്യമാണ് ചോദിച്ചിരുന്നത്. അതിനുള്ള മറുപടി അവതരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് തന്നെ കോൺഗ്രസ് പുറത്താക്കിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒരു വാർത്തയും കൂടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഹർജിയിൽ കോടതിയിൽ വിധി പറഞ്ഞിരിക്കുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്യാം, രാഹുലിന് ജാമ്യമില്ല എന്നാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ട് എന്ന് കോടതി